നാം ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ വിഷയമാകുന്നു. നിങ്ങളുടെ നാളെ 2025 ജൂലൈ മാസം 1-ാം തീയതി, അതായത് 1200 മിഥുന മാസം 17-ാം തീയതി, കുജവാരം, ചൊവ്വാഴ്ച. ചൊവ്വാഴ്ചത്തെ രാഹുകാലം നിങ്ങൾക്ക് പരിചിതമാണ്. ഉച്ചയ്ക്ക് 3 മണി മുതൽ 4:30 വരെയുള്ള 1.5 മണിക്കൂർ ദൈർഘ്യ സമയമാകുന്നു ചൊവ്വാഴ്ചത്തെ രാഹുകാല സമയം. നാളെ ചൊവ്വാഴ്ച തൃശ്ശൂർ സൂര്യോദയം കാലത്ത് 6:05-നും അസ്തമയം വൈകിട്ട് 6:41-നുമാകുന്നു. നാളത്തെ ചൊവ്വാഴ്ചത്തെ നക്ഷത്രം പൂരം നക്ഷത്രമാകുന്നു. കാലത്ത് 9 മണി വരെ പൂരം നക്ഷത്രമാകുന്നു. മുപ്പൂരത്തിൽപ്പെടുന്ന നക്ഷത്രമാകുന്നു പൂരം. പൂരം, പൂരാടം, പുരൂരുട്ടാതി ഈ നക്ഷത്രങ്ങളൊന്നും തന്നെ ശുഭകാര്യങ്ങൾക്കായി നാം സ്വീകരിക്കാറില്ല. 9 മണിക്ക് ശേഷം വരുന്നത് ഉത്രം നക്ഷത്രമാകുന്നു. ഉത്രം നാളെ വെളുത്തപക്ഷത്തിൽ ഷഷ്ഠി തിഥിയാകുന്നു. നാളത്തെ ദിനത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം. സുബ്രഹ്മണ്യ സ്വാമിക്ക് ഏറ്റവും അധികം നാം ആരാധിക്കേണ്ടുന്ന ദിവസമാകുന്നു വെളുത്തപക്ഷത്തിലെ ഷഷ്ഠി. അതിനാൽ നാളത്തെ ദിനം ചൊവ്വാഴ്ചയാണ്. ചൊവ്വ സുബ്രഹ്മണ്യനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നക്ഷത്രമാണ്. പുരുഷരാശിയിൽ ചൊവ്വ നിൽക്കുമ്പോൾ സുബ്രഹ്മണ്യനും, സ്ത്രീരാശിയിൽ ചൊവ്വ നിൽക്കുമ്പോൾ ഭദ്രകാളിയുമാകുന്നു നാം പ്രതിനിധാനം ചെയ്യുന്ന ദേവതാ ഗ്രഹങ്ങൾ. ആചാര്യന്മാർ അപ്രകാരമാണ് വിധി എഴുതിയിരിക്കുന്നത്. അതിനാൽ നാളെ ചൊവ്വാഴ്ചയാണ്. സുബ്രഹ്മണ്യന് പ്രാധാന്യമുള്ള ദിനമാകുന്നു ചൊവ്വാഴ്ച. അപ്രകാരം തന്നെ അതിശക്തമായ ഷഷ്ഠി തിഥി വെളുത്തപക്ഷത്തിലെ ഷഷ്ഠി തിഥിയാകുന്നു. അതിനാൽ നിങ്ങൾക്ക് ഷഷ്ഠി വ്രതം, ഷഷ്ഠി തിഥി നാളെ ആചരിക്കേണ്ടുന്നവർ തലേ ദിവസം തന്നെ ഉച്ചയ്ക്ക് ഒരു നേരം അരിയാഹാരം കഴിച്ച് വൈകിട്ട് ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ജ്യൂസൊക്കെ കഴിച്ചുകൊണ്ട് അരിഭക്ഷണം ഒഴിവാക്കുക. പിറ്റേന്നാൾ നാളെ, അതായത് ശുക്ലപക്ഷത്തിലെ ഷഷ്ഠി തിഥി വരുന്ന നാളത്തെ ദിനം കാലത്ത് കുളിച്ച് സുബ്രഹ്മണ്യന് ഒരു ആണി വെല്ലം കൂടിയ, മധുരം കൂടിയ അരിപ്പായസം ഉണ്ടാക്കാം. ഓം ഭജദ്ഭുവേ നമഃ എന്ന പ്രാർത്ഥനയോടുകൂടി രാവിലെ തന്നെ കുളിച്ച് ഫ്രഷായി സുബ്രഹ്മണ്യൻ്റെ ഫോട്ടോയ്ക്ക് മുമ്പിൽ ഈ ഭക്ഷണം, ഈ പായസം മൂടി വെച്ച് പ്രാർത്ഥനയ്ക്ക് ശേഷം എല്ലാവർക്കും വിതരണം ചെയ്യാം. ഓം ഭജദ്ഭുവേ നമഃ എന്ന പ്രാർത്ഥന വളരെയധികം സുബ്രഹ്മണ്യ പ്രീതിദായകമായ ഒരു മൂലമന്ത്രമാകുന്നു. അതിലൂടെ സുബ്രഹ്മണ്യനുമായി ബന്ധപ്പെടുന്ന അനുഗ്രഹാശിസ്സുകൾ ഒരു വ്യക്തിക്കും അദ്ദേഹത്തിൻ്റെ സന്താന പരമ്പരയ്ക്കും അവരുടെ പഠനത്തിനും വിവാഹതി വിഷയങ്ങൾക്കും വളരെയധികം സഹായകരമാകും. അതിനാൽ നാളത്തെ ഈ ചൊവ്വാഴ്ച ദിനം ഷഷ്ഠിവ്രതം സമുചിതമായി ആഘോഷിക്കണം. നാളെ 9 മണി മുതൽ ഉത്രം നക്ഷത്രമാകുന്നു. ഉത്രം നക്ഷത്രം എല്ലാ ശുഭകാര്യങ്ങൾക്കും നാം ഉപയോഗിക്കുന്ന നക്ഷത്രമാണ്. പക്ഷെ വാങ്ങാനും കൊടുക്കുവാനും ഉത്രം നക്ഷത്രം നാം സ്വീകരിക്കാറില്ല. കൃത്രിക ഭാഗ്യ മൂലാശ്ച മകാ ചിത്രാച്ച രേവതി ആദാതവ്യം ന ദാതവ്യം. കാർത്തിക ഭാഗ്യം എന്ന് വെച്ചാൽ ഉത്രം, മൂലം, മകം, ചിത്ര, രേവതി ഈ നക്ഷത്രങ്ങൾ വാങ്ങാനും കൊടുക്കുവാനുമുള്ള ഒരു നക്ഷത്രമല്ല. അതിനാൽ സാമ്പത്തികമായ ഇടപാടുകൾക്ക് നാളത്തെ ദിനം അനുയോജ്യമല്ല. ബാക്കി എല്ലാ കാര്യങ്ങൾക്കും, യാത്രയ്ക്കും ഭൂമിപരമായ തീരുമാനങ്ങൾക്കും നക്ഷത്രത്തെ നമുക്ക് ഉപയോഗിക്കാം. ഉത്രത്രയം എല്ലാ ശുഭകാര്യങ്ങൾക്കും നാം ഉപയോഗിക്കുന്ന നക്ഷത്രമാകുന്നു ഉത്രം, ഉത്രാടം, ഉത്രട്ടാതി ഈ 3 നക്ഷത്രങ്ങൾ ശുഭകാര്യങ്ങൾക്ക് വളരെ ഗുണമാണ്. പൂരം, പുരാടം, പുരൂരുട്ടാതി ശുഭകാര്യങ്ങൾക്ക് വർജ്യവുമാണ്. നാളെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നല്ലൊരു മുഹൂർത്തം വേണമെങ്കിൽ നാളെ 12:05 മുതൽ 1 മണി വരെയുള്ള സമയം എല്ലാ ശുഭകാര്യങ്ങൾക്കും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വീകരിക്കാവുന്ന സമയമാകുന്നു. യാത്രയായാലും മറ്റ് ശുഭകാര്യങ്ങൾക്കായാലും. സാമ്പത്തിക വാങ്ങൽ കൊടുക്കൽ നാളത്തെ ദിനം അത്ര അനുകൂലമല്ല. നാളത്തെ പ്രാർത്ഥനയും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സുബ്രഹ്മണ്യ പ്രീതികരങ്ങളായ കർമ്മങ്ങളാകട്ടെ നാളത്തെ ദിനം. സുബ്രഹ്മണ്യന് ഇഷ്ടപ്പെട്ട രക്തപുഷ്പാഞ്ജലി അല്ലെങ്കിൽ കടും പായസം, അപ്രകാരം തന്നെ സുബ്രഹ്മണ്യ പ്രീതികരങ്ങളായ പഞ്ചാമൃതം, ത്രിമധുരം ഇതൊക്കെ തന്നെ സുബ്രഹ്മണ്യന് വളരെയധികം ചൈതന്യം തരുവാൻ പര്യാപ്തമായ പരിഹാരങ്ങളാകുന്നു. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു നാളെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.